ചെമ്പല്ലി പിടിക്കാൻ പോകണ്ട. അപ്പോൾ ഇതിനെ നമ്മൾ ചൂണ്ടയിലോട്ട് കോർത്തിട്ട് നമ്മൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മണ്ണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കട്ടെ, ഇവിടെ അങ്ങനെ കാണുമോ നോക്കട്ടെ. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ചെറിയ ചെറിയ തോടുകളൊക്കെ ഇപ്പം നിറഞ്ഞു. ഇപ്പം കഴിഞ്ഞ 2 ദിവസം മഴയായപ്പം ഇവിടെ എല്ലാം മഴ കയറി നിറഞ്ഞിട്ടുണ്ട്, വെള്ളം ആയിട്ടുണ്ട്. അപ്പം പറഞ്ഞ സംഭവം ഇതെല്ലാം ഈ എന്താ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലേ? ഒരു ചെമ്പല്ലി നമ്മുടെ കൂടെ ചൂണ്ടയിട്ട് ഒരാൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. മണ്ണിലെ നമ്മൾ ഇട്ട് കോർക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ മണ്ണിര ഈ ചൂണ്ട നമ്മൾ കോർത്തിട്ടുണ്ട്. ചെമ്പല്ലിക്ക് ഇടാൻ പോണേ. വെള്ളമായടാ അവിടെ. ഇവിടെ കാണിച്ചതാ, ഇവിടെ കാണിക്കണം. എന്താ നല്ല മുട്ടൻ ചെമ്പല്ലി. അപ്പോൾ ഇത് കൊച്ചു കൊച്ചു തോടുകൾ നമ്മൾ ഈ വെള്ളം പൊങ്ങുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലൊക്കെ വരുന്ന ചെമ്പല്ലിയുണ്ട്. പിടിക്കായിരുന്നു പോയി. ഇപ്പൊ ഞാൻ ഈ കുഴിക്കകത്ത് വീണനെ. എനിക്ക് ഇപ്പോൾ ഒരു ചെമ്പല്ലി ഇട്ടണ്ട, വലിയ ചെമ്പല്ലിയാണ്. അപ്പോൾ ഇതിലൊരു 10 എണ്ണം ഉണ്ടെങ്കിൽ ഇന്ന് ലാവിഷായിട്ടൊരു കറിയാണ്. ചെമ്പല്ലിയെ പിടിക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇതുണ്ട്, തീരെ ചെറുത് കരിമീനും ചെമ്പല്ലിയൊക്കെ പിടിക്കാം 16ൻ്റെ ചൂണ്ടയിൽ. ഈ 16ൻ്റെ ചൂണ്ട ചോദിച്ച് മേടിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്താ കാര്യം ഇതിൻ്റെ ഈ മീനൊക്കെ ചെറിയ വായല്ലേ, അപ്പം 16ൻ്റെ ചൂണ്ട. അപ്പോൾ ഒരെണ്ണോടെ കിട്ടിയിട്ടുണ്ട്. വേണ്ട ഇച്ചിരി ചെറുതാ, എന്നാലും ഒരെണ്ണോടെ കിട്ടിയിട്ടുണ്ട്. കോർത്തിടാൻ പോവാം. അപ്പോൾ ഒരു ചെമ്പല്ലിയും കൂടെ കിട്ടിയിട്ടുണ്ട്.
നമ്മൾ ഈ ചെമ്പല്ലി എന്ന് പറയുന്ന സാധനം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മീനാണ്. കാര്യം എന്താ പറയുക, ഇതിനെ നമ്മൾ കറിക്കൊക്കെ വെട്ടാൻ നേരത്ത് നമ്മൾ വായൊക്കെ അടച്ചു പിടിച്ചുകൊണ്ട് വേണം വെട്ടാൻ. ഇതിനൊരു പേരുണ്ട്, ഒരു ഓമന പേരുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നൊരു ഓമന പേരുണ്ട്. ഇത് ആളെക്കൊല്ലിയ ഈ സാധനം, അങ്ങനൊരു സംഭവം ഉണ്ട്. ഇത് അതായത് നമ്മൾ ഇതിൻ്റെ മുള്ളിൻ്റെ പ്രത്യേകത അറിയല്ലേ, ഇതിൻ്റെ മുള്ളെന്ന് പറഞ്ഞാൽ എന്താ, ഇതിങ്ങനെ നല്ല വിടർന്നിരിക്കുന്ന മുള്ളാണ് ഇതിൻ്റെ. എന്താ ഇവൻ നമ്മുടെ അണ്ണാക്കിലോട്ട് കയറിയാൽ ഇവൻ ഇത് ഇങ്ങനെ ആവും, തിരിച്ച് തിരിഞ്ഞോണ്ടില്ല. അതിനെ എന്തോ പറയുന്നത്, ചോവാനക്കൊല്ലി അല്ലേ? ആ, അങ്ങനെ ഒരു പേരുണ്ട് ഇതിന്. അപ്പോൾ ഇതിനെ ചെമ്പല്ലി എന്ന് പറയും, കരട്ടി എന്ന് പറയും, അണ്ടികള്ളി എന്ന് പറയും, പിന്നെ വേറൊരു പേരുണ്ട്, എന്തോ കൈതക്കോല്, അനാബസ്. ആ, അങ്ങനെ ഒരുപാട് ഓമന പേരുള്ള ഒരു മീനാണ് ഈ സാധനം. കണ്ട കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഇവൻ വളരെ അപകടകാരിയാണ്. ഇവൻ്റെ മുള്ള് ഇച്ചിരി പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. കാര്യം ഞാനത് മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത്, അങ്ങനെ ഒരു ഓമന പേര് ഇതിനുണ്ട്. ഒരു പേരുദോഷമുള്ള മീനാണ് ഇത്, അല്ലേ? ഇത് അങ്ങനെ ഒരു പേരുദോഷമുള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വെട്ടാൻ നേരത്ത് കഴിവതും വായൊക്കെ തുറന്ന് വെച്ചുകൊണ്ട് ഇതിപ്പോൾ ചാടും മുകളോട്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പം ഉണ്ടല്ലോ, ഇതിപ്പോൾ ചെറുതാണ്, ഇന്നത്തെ കറിക്കുള്ള സംഭവമായിട്ടുണ്ട്. പരുന്തൊക്കെ ഇരുന്ന് കരയുന്നു. വേറെ മേളിൽ ഇരിപ്പുണ്ട് പരുന്ത്. ഞങ്ങൾ ഇനി അടുത്ത ഇപ്പം തീരാറായിട്ടുണ്ട്. ഇത് മിക്കവാറും അടുത്ത നമ്മളിത് കോർക്കുമ്പോൾ കയ്യിലൊന്ന് ചൂണ്ട കുത്തി കയറ്റരുതേ, അല്ലേ? ഞാനൊരു വീഡിയോ വേണം, ചൂണ്ടയൊക്കെ കയ്യെ കൊള്ളാതെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ 2 ചെമ്പല്ലിയെ കിട്ടിയുള്ളൂ. മഴ വരുന്നതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ചൂണ്ടയിടയിൽ നിർത്തുകയാണ്. ഓക്കെ. തീർന്നോ?